പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിപ്പിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി പ്രമേയം കേന്ദ്രം പാസാക്കിയാണ് സഭ പിരിച്ചുവിട്ടത്. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിൽ ഇത്തവണ അരങ്ങേറിയത്. ആ റിപ്പോർട്ടിലേക്ക് കൂടി. 20 ദിവസം നീണ്ടുനിന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് അവസാനിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ പ്രമേയം കേന്ദ്രം പാസാക്കി. आदरणीय अध्यक्ष जी, आज लोकसभा की संशोधित कार्यसूची के क्रम संख्या 31 पर अंकित प्रस्ताव को मैं आपकी अनुमति से प्रस्तुत करता हूं. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ആദ്യ മിനിറ്റുകളിൽ തന്നെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയും JPC പ്രമേയത്തിന് പിന്നാലെ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. അതേസമയം പ്രമേയത്തിലെ ശബ്ദ വോട്ടിംഗിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം മുതൽ കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷം സഭയിൽ പിടിച്ചുകെട്ടി. അദാനി, സംഭൽ, മണിപ്പൂർ എന്നീ വിഷയങ്ങളെ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ സഭ വേഗത്തിൽ പിരിച്ചുവിടുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന്മേൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ പ്രതിഷേധം വീണ്ടും ആളിക്കത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ ഇന്ത്യ മുന്നണിയിലെ MPമാർ ഒന്നടങ്കം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധത്തിനിടയിലേക്ക് BJP MPമാരും പ്രതിഷേധവുമായി എത്തിയതോടെ രംഗം വഷളായി. ഇതോടെ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധത്തിന് വിലക്കേർപ്പെടുത്തി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉത്തരവിറക്കി. അമിത്ഷായുടെ രാജിയിൽ നിന്നും പിന്നോട്ടില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്ന പ്രതിപക്ഷ MPമാർ പാർലമെന്റിന് പുറത്തുനിന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സഭയിലും ശക്തമായ പ്രതിഷേധമുയർത്തിയതോടെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.